ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ, നിങ്ങളെല്ലാവർക്കും സ്നേഹവും പ്രാർത്ഥനയും ഈശോയുടെ നാമത്തിൽ തന്നെ നേരുന്നു. നമ്മളേറെ പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും അതിന് ഫലം കാണുന്നില്ല. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ മടുത്തു പോവുകയും ഈശോയോടുള്ള നമ്മുടെ സമർപ്പണത്തിൽ നിന്നും ബന്ധത്തിൽ നിന്നൊക്കെ പലപ്പോഴും നമ്മൾ പിന്നോട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ട ഒരു വളർച്ച അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വരുത്തേണ്ടിയ വ്യത്യാസത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. പൊതുവെ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ശീലം, അല്ലെങ്കിൽ പൊതുവെ ആൾക്കാരെ പങ്കുവയ്ക്കാറുള്ള ഒരു ശീലം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യമൊക്കെ ഞാൻ ജപമാല ചൊല്ലുമായിരുന്നു. ജപമാല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആയപ്പോൾ ജപമാല ഒരു മടുപ്പായി. അപ്പം ഞാൻ അത് മാറ്റി കരുണക്കൊന്ത ചൊല്ലാൻ തുടങ്ങി. കരുണക്കൊന്ത നല്ലതായിരുന്നു. അത് ഞാനൊരു ഏകദേശം 2-3 മാസത്തോളം ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ കരുണക്കൊന്ത പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അതിൻ്റെ അകത്തൊരു മടുപ്പ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞാൻ കുരിശിൻ്റെ വഴി ചൊല്ലാൻ തുടങ്ങി. ഇപ്പം ഞാൻ രക്തക്കണ്ണീരിൻ്റെ ജപമാലയാണ് ചൊല്ലുന്നത്. കുരിശിൻ്റെ വഴിയും കഴിഞ്ഞ് ഇപ്പം ഞാൻ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലുന്നത്. വാസ്തവത്തിൽ നമ്മൾ പ്രാർത്ഥന മടുത്തു പോകുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണം നമ്മളൊന്ന് പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും, ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു തോന്നൽ ഉള്ളിലുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു വിഷയം ധ്യാനിക്കുന്നത്. കത്തോലിക്ക സഭ തൻ്റെ മതബോധന ഗ്രന്ഥത്തിൽ 2700 മുതലുള്ള ഖണ്ഡികകളിൽ പ്രാർത്ഥനയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വാചിക പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ വാചിക പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുമ്പുള്ള ഒരു ചെറിയ 3-4 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജസ് എന്നല്ല, ഒരു 3-4 അവസ്ഥകളുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകളാട്ടോ. ആ അവസ്ഥകളെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കുന്നത് നല്ലതായിരിക്കും തോന്നിയതുകൊണ്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു വിഷയം ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒന്നും പ്രാർത്ഥിക്കാത്ത ഒരാളോട് നമ്മൾ പറയും, നീ വാ തുറന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ സ്തുതിച്ച്, നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടോ, ധ്യാനങ്ങൾക്കൊക്കെ പോയാൽ നിങ്ങൾ കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കുക, ഉറക്കെ കർത്താവിനെ സ്തുതിക്കുക. അതെന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മടുപ്പിൻ്റെ ഉള്ളിലാണ്. അതായത് പ്രാർത്ഥനയും ദൈവാന്വേഷണവും ഒക്കെ ആകുന്ന ഒരു കാര്യത്തോടുള്ള വളരെ കഠിനമായ ഒരു മടുപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ചാരം മൂടിക്കിടക്കുന്ന അവസ്ഥയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് വളരെ ശക്തിയെടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ നിർബന്ധിക്കും. എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമ്മൾ അതിനോട് സഹകരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഫ്രഷ് ആവും, നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് ഫ്രീ ആകും, നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് മാറും, നമ്മൾ മൊത്തത്തിൽ വരിഞ്ഞു മുറുകിയിരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് ഫ്രീ ആകും. നമുക്ക് തോന്നിയതെല്ലാം നമ്മൾ അന്നേരം പ്രാർത്ഥിക്കും. അപ്പം അതിന് ആദ്യ ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ വായിൽ എന്താണോ പറയണേ കണ്ണടച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ എന്തും പ്രാർത്ഥിക്കാൻ നേരം നമ്മൾ കുറച്ച് ഫ്രീ ആകുമ്പോൾ നമുക്ക് തോന്നും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് സുബോധത്തോടു കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി എന്ന ജപമാലയിലോ, ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പിടാസഹനങ്ങളെ പ്രതി എന്ന് കരുണയുടെ ജപമാലയിലോ, കർത്താവേ അങ്ങയുടെ കുരിശിൻ്റെ മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ എന്ന് കുരിശിൻ്റെ വഴിയിലോ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ഒരു സെൻസോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു കോമൺ സെൻസ് നമുക്കുണ്ടായിരിക്കുക. എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? വാക്കുകൾ, നമ്മൾ കർത്താവിന് മുമ്പിൽ ഉയർത്തുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്, ആ നമുക്ക് മനസ്സിലാകുന്ന ആ അനുഗ്രഹത്തെ നമ്മൾ ദൈവത്തോട് ചോദിക്കുക. അത് നമ്മൾക്ക് ഒരു വീടാണോ, നല്ല സാഹചര്യമാണോ, അതോ നിത്യജീവനാണോ, ഏതെങ്കിലും ജോലിയാണോ എന്നൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നമുക്ക് തോന്നുക എന്തായിരിക്കും? ദൈവമായിട്ടുള്ള കൂട്ടായ്മയായിരിക്കും, അല്ലേ? അപ്പോൾ വിശ്വാസ ജീവിതത്തിന് ഉതകുന്ന കാര്യം പ്രധാനമായി കരുതി മൂന്നാമത്തെ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ മനസ്സിലാകുന്ന ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഒരു കാര്യം കർത്താവിനോട് ചോദിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ എന്ത് പ്രാർത്ഥിച്ചാലും അതിൻ്റെ ഉദ്ദേശശുദ്ധി. ജപമാല ചൊല്ലിയാൽ, ഞാൻ ജപമാല ചൊല്ലി കാഴ്ചവെക്കുന്നത് കർത്താവെ ഈ കാര്യത്തിനാണ്. ഞാൻ കരുണക്കൊന്ത ചൊല്ലുമ്പോൾ, കർത്താവെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് വചനം വായിക്കാനുള്ള ഒരു അഭിഷേകം തരണം, എനിക്ക് നിന്നെ സ്നേഹിക്കാനുള്ള കൃപ തരണം, വിശ്വാസം ജീവിക്കാനുള്ള കൃപ തരണം, നിത്യജീവനെക്കുറിച്ചുള്ള ഒരു അവബോധം എൻ്റെ ഉള്ളിൽ തരണം.
പരിശുദ്ധ ത്രിത്വത്തോടുള്ള കൂട്ടായ്മയെക്കുറിച്ച് ഒരു ബോധം എനിക്ക് തരണം. ഇങ്ങനെ ഏറ്റവും പ്രധാനമായ നമ്മുടെ ഒരറിവ്, ആ അറിവ് നമ്മൾ അങ്ങേയറ്റം ചോദിക്കുക. ബാക്കിയുള്ളതെല്ലാം ദൈവം തരും. മത്തായി 6:33 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണല്ലോ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുള്ളൂ. ബാക്കിയെല്ലാം തീർച്ചയായും ദൈവം തരും, ആദ്യം ഈശോയെ അന്വേഷിച്ചാൽ. കാരണം ഈശോയോട് ചേർന്നാണ് നമുക്കെല്ലാം തരുന്നത്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഈശോയോട് ചേർന്ന് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തോട് ഇത്രയും നേരം പ്രാർത്ഥിച്ചു അല്ലേ, ഇനി ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം നിറവേറാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എന്ന ഹൃദയഭാവത്തോടെ പ്രാർത്ഥിക്കുക. അതായത്, കർത്താവെ, ഈ കരുണയുടെ ജപമാല ഞാൻ അങ്ങയുടെ മുമ്പിൽ ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ അങ്ങ് എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, എന്ത് വിശദീകരണമാണ്, എന്ത് ഒരുക്കമാണ് എന്നിൽ ഉണ്ടാകേണ്ടത്, ഞാൻ എങ്ങനെയാണ് അങ്ങയോട് എന്നെ സമർപ്പിക്കേണ്ടത്, ആ കാര്യങ്ങളെല്ലാം അങ്ങ് എന്നിൽ നിറവേറ്റണമേ. അങ്ങയുടെ തിരുമനസ് പരിപൂർണമായി എന്നിൽ നിറവേറട്ടെ എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. ഇങ്ങനെ 4 കാര്യങ്ങൾ നമ്മൾ വാചിക പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായും വാചിക പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയും. ഇതിൻ്റെ കാരണം, സഭ തൻ്റെ മതബോധനത്തിൽ 2700 മുതലുള്ള ഖണ്ഡികകളിൽ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. ഞാൻ അതൊന്ന് വായിക്കാം. വകുപ്പ് 1, പ്രാർത്ഥനയുടെ ആവിഷ്കാരങ്ങൾ. 1. വാചിക പ്രാർത്ഥന. 2700ാമത്തെ ഖണ്ഡിക. തൻ്റെ വചനം വഴി ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന മാനസികമോ വാചികമോ ആയ വാക്കുകളിൽ ഉയരുന്നു. എന്നാൽ സർവപ്രധാനമായ കാര്യം നാം പ്രാർത്ഥനയിൽ ആരോട് ഭാഷിക്കുന്നുവോ അവിടുത്തെ സാന്നിധ്യത്തിലായിരിക്കണം നമ്മുടെ ഹൃദയം എന്നതാണ്. അതായത്, നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ആളോടുള്ള ഒരു ബന്ധം, അയാളോടുള്ള ഒരു സാന്നിധ്യ അവബോധം നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കപ്പെടുമോ ഇല്ലയോ എന്നത് നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ എണ്ണത്തെയല്ല, നമ്മുടെ ആത്മാവിൻ്റെ തീഷ്ണതയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും ഏത് വാക്കുകൾ ഉപയോഗിക്കുന്നു, എത്ര വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഹൃദയം കാണുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ സത്യം അനുസരിച്ചാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് എന്നുള്ളതാണ്. ആദ്യമേ പറഞ്ഞു, നമ്മൾ കുറേയേറെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന മാറി മാറി പ്രാർത്ഥിക്കുന്നത്, പല പ്രാർത്ഥനകൾ മാറി മാറി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മളെപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, 1ാമത്തെ പടിയിൽ നിന്ന് 2ാമത്തെ പടിയിലേക്കും അവിടുന്ന് 3ാമത്തെ പടിയിലേക്കും അവിടുന്ന് 4ാമത്തെ പടിയിലേക്കും കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, സാധാരണ നമ്മളിട്ട് വട്ടം കറക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രാർത്ഥനയുടെ 1ാമത്തെ തലത്തിലിട്ട് നമ്മളെ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എത്ര കാലം പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനകളുടെ 1ാമത്തെ തലത്തിൽ തന്നെ നമ്മൾ കിടന്ന് കറങ്ങും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് കുറേ സമയങ്ങൾക്ക് ശേഷം തിരിച്ച് നമ്മൾ ജപമാലയിൽ, ആദ്യത്തെ പ്രാർത്ഥനയായ ജപമാലയിൽ നമ്മളെത്തി. 2ാമത് നമ്മൾ ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, എല്ലാ പ്രാർത്ഥനകളും അടുത്ത് അവസാനം 2ാമത് ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തേതുപോലെ തീഷ്ണതയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കാരണം മുൻപ് ഒരു അനുഭവമുണ്ട്, പ്രാർത്ഥിച്ച് മടുത്തുപോയതിൻ്റെ. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ 4 മാസം 1 വർഷം ജപമാല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ 2ാമത് നിങ്ങളിങ്ങനെ ഒരേ സ്റ്റെപ്പിൽ കറങ്ങി വരുമ്പോൾ അത് ചിലപ്പോൾ 1 മാസം കൊണ്ട് നിങ്ങൾ മടുത്തു പോകും. വീണ്ടും നിങ്ങൾ കരണക്കൊന്തിയല്ലോ, അപ്പോഴും 1 മാസം കൊണ്ട് മടുത്തു പോകും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥന, ഒരേ പ്രാർത്ഥന പ്രാർത്ഥിക്കുക, എന്നാൽ ആ പ്രാർത്ഥന ഹൃദയത്തിൻ്റെ സമർപ്പണത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ആത്മപരിശ്രമത്തിൽ ആയിരിക്കാം. അതായത് ഒരു ആന്തരിക പരിശ്രമം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മൾ മാറി മാറി പ്രാർത്ഥിച്ച് നമ്മൾ മടുത്തു പോകുന്നതല്ലാതെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ ഉപകാരപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വീടോ കാറോ അല്ലെങ്കിൽ രോഗസൗഖ്യമൊന്നും ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല. ഈ പ്രാർത്ഥനകളെല്ലാം നമുക്ക് തരേണ്ടത് ദൈവൈക്യമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൂമിക്ക് വേണ്ട
ഒരു ശ്രേഷ്ഠത നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ആരോഗ്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായും നമ്മളിവിടെ ആയിരിക്കുന്നത് ത്രിത്വത്തോടുള്ള കൂട്ടായ്മ നേടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സഭയിൽ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനൊരുക്കുന്നതും നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മൾ അതിനോട് സഹകരിക്കുന്നതും അനുസരണം വഴി നമ്മളതിൽ പൂർണ്ണരാകുകയും ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വീടോ കാറോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങളോ ഉയർന്ന ജോലിയൊന്നും അല്ല. അത് പ്രാർത്ഥിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടതാണെങ്കിൽ ദൈവം സമയത്ത് തരും. കാരണം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ദൈവം ഒരു സൂര്യനെ കൊണ്ട് തന്നെയാണ് വെട്ടം എല്ലാം തരുന്നത്, അല്ലേ? ഒരു സൂര്യനെ കൊണ്ട് തന്നെയാണ് എല്ലാ പ്രകാശവും നൽകുന്നത്. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാത്തവർക്കും വ്യഭിചാരം ചെയ്യുന്നവർക്കും നന്മ പ്രവർത്തിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും കാരുണ്യം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകുന്നത് അതേ ദൈവത്തിൻ്റെ കഴിവ് തന്നെയാണത്. അപ്പോൾ തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ദൈവൈക്യമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഉയർച്ച നേടാൻ കഴിഞ്ഞാലാണ് ആ പ്രാർത്ഥന വാസ്തവത്തിൽ നമ്മളെ സഹായിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നത് അവിടെയാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഇത്രമാത്രം ഈശോയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നു, ഈശോയുടെ തിരുമനസ്സിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്നു. ഈശോയുടെ ഹൃദയത്തോടോ തിരുമനസ്സിനോടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ തിരുമനസ്സാണോ നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യമായി നമ്മൾ കർത്താവിന് വിലയിരുത്തുന്നത്. അപ്പം അതുകൊണ്ട് ആ കാര്യം നമ്മളേറെ ശ്രദ്ധയോടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും എത്ര വർഷം ജനിച്ചന്ന് മുതൽ മരിക്കുന്നവരെ ജപമാല തന്നെ പ്രാർത്ഥിച്ചാലും നിങ്ങൾ ഒരിക്കലും മടുക്കില്ല. അല്ലാത്ത സ്ഥിതിയിൽ നമ്മൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ മടുത്തു പോകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാചികമായ പ്രാർത്ഥന. ഒന്നും പ്രാർത്ഥിക്കാത്തൊരു വ്യക്തി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ വളരെ ശക്തിയോടെ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് അതേപടി ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും വേണ്ടി എടുക്കുക. കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അതിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ആരെയും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ മാത്രം ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളുടെ അഭിമാനമായി തീരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാക്കി ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന നന്മ, അതായത് നമ്മൾ ആധ്യാത്മികതയിലെ ദൈവാന്വേഷണത്തിലാണല്ലോ സഭയിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ഐക്യപ്പെട്ട് നിത്യജീവനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ലഭിച്ച അറിവിൻ്റെ അളവനുസരിച്ച് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ള ഒരു പരിജ്ഞാനമല്ല ഏതൊരു വിഷയത്തിലും 10ാം ക്ലാസ്സിലുള്ള. ഇപ്പോൾ 1ാം ക്ലാസ്സിലുള്ള ഒരാൾ അങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക. പക്ഷെ 10ാം ക്ലാസ്സിലുള്ള ഒരാൾ 1ാം ക്ലാസ്സിലെ ആളെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ലഭിച്ച അറിവ് എന്താണോ ആ അറിവിൽ ഏറ്റവും പൂർണ്ണമാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന, ദൈവൈക്യത്തിന് ഏറ്റവും പൂർണ്ണമാണ് എന്ന് മനസ്സിലാകുന്ന ആ നിയോഗം ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹമായിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ദൈവം നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ പിതാവായിരിക്കുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ജീവിതത്തിന് ചെയ്യുന്ന എല്ലാ നന്മയായിരിക്കുന്നുണ്ട്. അവിടുത്തെ ആഗ്രഹത്തോടുള്ള ഒരു തുറവിയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും പൂർണ്ണരാക്കുന്നത്. നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹത്തോടുള്ള തുറവിയാണ്. അപ്പോൾ ആ ആഗ്രഹം നമുക്ക് മനസ്സിലാകണമെങ്കിലും ആ ആഗ്രഹം നമ്മളിൽ ദൈവം നിറവേറ്റാൻ പരിശ്രമിക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു ധൈര്യവും സഹകരണവും സുബോധവും ഉണ്ടാകണമെങ്കിലും ദൈവത്തിൻ്റെ ആഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു അവബോധത്തോടെ പ്രാർത്ഥിക്കണം. കാരണം നമുക്കറിയാം ഈശോയുടെ ജീവിതം നോക്കുമ്പോൾ ഈശോ കുരിശു വഹിക്കാൻ കഴിയുമെങ്കിൽ ഇത് മാറിപ്പോട്ടെ, എന്നാൽ അങ്ങയുടെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കുന്നുകൊണ്ടാണ് ഞാനിത് ആഗ്രഹിച്ചു, എന്നാൽ ഇപ്പോൾ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്, പിതാവായ ദൈവം എന്നെ ആവശ്യപ്പെടുന്ന ഇതാണ്, ഓക്കെ ഐ എം റെഡി ഫോർ ഇറ്റ്, ഞാൻ ഇതിന് തയ്യാറാണ് എന്ന് ഈശോ പറയുന്നതിൻ്റെ കാരണം എന്താ? പിതാവേ അങ്ങയുടെ തിരുമനസ് എന്ന് പറയുന്നൊരു കാര്യം. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? നമ്മൾ ഇരിക്കാൻ തോന്നുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നു എഴുന്നേറ്റ് പോകൂ എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് പോകാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചുള്ളൊരു അവബോധം നമുക്ക് വേണ്ടേ? നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോടൊരു ഐക്യം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ സഭ നമ്മളെ പഠിപ്പിക്കുന്ന വാചിക പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലെത്തും. പിന്നീട് നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള വാചിക പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലൗകിക ആഗ്രഹങ്ങളാകാതെ എപ്പോഴും ത്രിത്വൈക ആഗ്രഹങ്ങളാകാൻ വേണ്ടി ശ്രമിക്കുക. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആഗ്രഹത്തോട് നമ്മൾ ആഗ്രഹം എപ്പോഴും ചേർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക.